എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഈ കാണിക്കാൻ പോകുന്ന വീഡിയോ നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഈ വിഷയം തന്നെ എത്ര പേരിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരുപാട് പേരിലേക്ക് എത്തേണ്ട ഒരു വിഷയമാണ്, ഒരുപാട് പേരിലേക്ക് എത്തേണ്ട ഒരു വ്യക്തിത്വമാണ്. ശരിക്കും അഭിമാനം തോന്നുന്നുണ്ട്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഇങ്ങനൊരു വ്യക്തി ആയതിൽ അഭിമാനം തോന്നുന്നുണ്ട്. നമുക്ക് ഒരു വീഡിയോ കാണാം. ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ആരെക്കുറിച്ചാണ് പറയുന്നത്, എന്താണ് അവരുടെ ക്വാളിറ്റി, കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഇന്നലെയാണ് ആക്ച്വലി ഈ ഒരു സബ്സ്ക്രൈബർ എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ഫാമിലി മെമ്പറിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഒരിക്കലും അവരെന്നോട് പറഞ്ഞിട്ടല്ല കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ ഒരുപാട് പേരിലേക്ക് എത്തുമെന്നോ എനിക്കറിയത്തില്ല, പക്ഷേ ഒരുപാട് പേരിലേക്ക് എത്തണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കെന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. കൊറോണ വൈറസ് ലോകമെമ്പാടും മരണത്തിന്റെ പരവതാനി വിരിച്ചു. ഈ ഇരുട്ടിലും അതിജീവനത്തിന്റെ പ്രകാശകിരണങ്ങളുമായി പറന്നെത്തിയ ധീരവനിത ദീപ ജോസഫ് 2022 കൈരളി പുരസ്കാര സമർപ്പണ വേളയിൽ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി പറഞ്ഞ വാക്കുകൾ. ഈ ദീപ ജോസഫ് ശരിക്കും പറയുന്ന ഒരു വണ്ടറാണ്. കോവിഡ് എന്ന മഹാമാരി ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയ കാലം നാം ഭയത്തിന്റെയും മരണത്തിന്റെയും വേട്ടമൃഗമായി. ഒരിടിമിന്നലിന്റെ ആവേശത്തോടെ അത് ലോകത്തിന്റെ നെറുകയിൽ സ്പർശിച്ചു. ദൈവത്തിന്റെ സ്വന്തം നാട്ടിലും ആ വിഷത്തിന്റെ മുളകൾ വീണു മുളച്ചു. തിരക്ക് പിടിച്ച നിരത്തുകൾ വിജനമായി. ഭൂമിയാകെ ലോക്ക്. എല്ലാത്തിലും വലുത് കുടുംബമാണെന്ന് തിരിച്ചറിഞ്ഞ് ജനം പനിച്ച് പേടിച്ച് വിറച്ച് വീട്ടിന് പുറത്തിറങ്ങാതെയായി. ഈ സമയത്താണ് കോഴിക്കോടിന്റെ നിരത്തിലൂടെ സൈറൻ മുഴക്കി പാഞ്ഞു പോകുന്ന ഒരു ആംബുലൻസ് ശ്രദ്ധയിൽപ്പെട്ടത്. വീടുകളുടെ ജനാലയിൽ നിന്ന് ആൾക്കാർ അത്ഭുതത്തോടെ നോക്കി. ഡ്രൈവിംഗ് സീറ്റിൽ ഒരു വനിത, അതെ, ദീപ ജോസഫ്. കോവിഡിന്റെ മഹാഭീതിയിൽ ലോകം പകച്ചു നിൽക്കുമ്പോൾ പെൺകരുത്തിന്റെ പ്രതീകമായി മാറുകയായിരുന്നു ദീപ ജോസഫ്. കോവിഡ് വന്ന് ജീവിതം വഴിമുട്ടിയപ്പോൾ PPE കിറ്റ് ധരിച്ച് ആംബുലൻസിന്റെ വലയം പിടിച്ച് സ്വന്തം കുട്ടികളെ പട്ടിണിക്കിടാതെ രക്ഷിച്ച മാതാവ്. കേരള സർക്കാർ സ്ത്രീശക്തി പുരസ്കാരമായ സമം അവാർഡ് നൽകി ദീപയെ ആദരിച്ചു. 100ഓളം പുരസ്കാരങ്ങൾ ഇതിനോടകം ദീപയെ തേടിയെത്തി. കുട്ടിക്കാലം മുതൽ ഡ്രൈവിംഗിനെയും സിനിമയെയും പ്രണയിച്ചിരുന്ന ദീപ 20ഓളം ഹ്രസ്വചിത്രങ്ങളിലും അഭിനയിച്ചു. പാൽനിലാമഴയത്ത് എന്ന മ്യൂസിക്കൽ വീഡിയോയിലൂടെ സംവിധായികയുമായി മാറി. ദീപ ജോസഫ് ബസ് ഡ്രൈവറുടെ വേഷത്തിലെത്തുന്ന ജേണി എന്ന ഷോർട്ട് മൂവി യൂട്യൂബിൽ 4 മില്യൺ കാഴ്ചക്കാർ പിന്നിട്ട് മുന്നേറുകയാണ്. ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള അപൂർവം സ്ത്രീകളിൽ ഒരാൾ. കേരളത്തിലെ ആദ്യത്തെ ആംബുലൻസ് ഡ്രൈവറും ആദ്യ സ്വകാര്യ കോളേജ് ബസ് ഡ്രൈവറും മാത്രമല്ല, നവകേരളത്തിന്റെ തലകുനിക്കാത്ത സ്ത്രീത്വത്തിന്റെ പ്രതീകമാണ് കോഴിക്കോട് വിലങ്ങാട് സ്വദേശിയായ ദീപ ജോസഫ്. പരിക്കേറ്റവർ, ശ്വാസത്തിനായി പിടയുന്നവർ, അവർക്കിടയിൽ സേവന സന്നദ്ധയായി 24 മണിക്കൂറും ദീപ ജോസഫ് ഉണ്ട്. ലോകത്തെ വിറപ്പിച്ച കോവിഡ് വൈറസ് കേരളത്തിലെത്തിയിട്ട് 3 വർഷം. ഒരിക്കൽ ഒരു കോവിഡ് കാലത്ത് ഒരു വീട്ടിൽ നിർത്തി കുടിവെള്ളം ചോദിച്ചപ്പോ പുറത്തെ പൈപ്പിൽ നിന്ന് കുടിച്ചോളാനായിരുന്നു പേടിയോടെയുള്ള ഉത്തരവ്. 4 പ്രാവശ്യം കോവിഡ് വന്ന് ഐസിയുവിലായി. ആശുപത്രി കിടക്കയിൽ നിന്ന് ജീവൻ തിരിച്ചു പിടിച്ച് വീണ്ടും PPE കിറ്റ് ധരിച്ച് കാട്ടുതീ പോലെ പടർന്ന ഈ രോഗത്തെ പ്രതിരോധത്തിന്റെ ജലത്തുള്ളികൾ ഉപയോഗിച്ച് കെടുത്താനിറങ്ങി തിരിച്ച ധീരവനിത 15ാമത് ടെക്സാസ് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പനോരമ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ വേദിയിൽ യൂത്ത് ഐക്കോൺ അവാർഡ് നൽകി ആദരിക്കുന്നു ദീപ ജോസഫ്. ശരിക്കും ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്കറിയില്ല എന്താ പറയേണ്ടത്. ഭയങ്കര സന്തോഷം തോന്നി, ഭയങ്കര അഭിമാനം തോന്നി. ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങളും നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നുണ്ട്. പക്ഷേ ഇവരെ എത്ര പേര് ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്? ഇവിടെ തുണി പറിച്ച് ആടുന്നവരും തുണി ഊരി പ്രദർശിപ്പിക്കുന്നവരെയും ഇൻ്റർവ്യൂ എടുക്കാൻ ആൾക്കാരുണ്ട്. എന്നാൽ ഇങ്ങനെ ഈ രീതിയിൽ ജീവിക്കുന്ന ആംബുലൻസ് ഡ്രൈവറാണ്, സ്കൂൾ ബസ് ഡ്രൈവറാണ്, ആർട്ടിസ്റ്റാണ്, ഇങ്ങനെയൊക്കെ പേരെടുത്ത ദീപ ജോസഫ് നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ്, നമ്മുടെ ഫാമിലി മെമ്പറാണ്. എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. അത്രയും സന്തോഷം തോന്നുന്നുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാരെയല്ലേ നമ്മൾ അഭിനന്ദിക്കേണ്ടത്, ബഹുമാനിക്കേണ്ടത്? അതോ കഷ്ടപ്പാട് നിന്നപ്പോൾ ജനങ്ങൾ സഹായിച്ചിട്ട്, ജനങ്ങളുടെ കാശ് കൊണ്ട് ജീവിതം ആരംഭിച്ചിട്ട് ഒടുവിൽ ഇന്ന് അതേ ജനങ്ങളെ നോക്കി കാർക്കിച്ച് തുപ്പുന്ന ചില മഹതികളെ ഓർത്താണോ അഭിമാനം കൊള്ളേണ്ടത്? നിങ്ങൾ പറ. ശരിക്കും എനിക്ക് അവരോടൊക്കെ ഇപ്പോൾ പുച്ഛം തോന്നുകയാണ്, സഹതാപം തോന്നുകയാണ്. ഇങ്ങനെയുള്ള സ്ത്രീകളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വ്യക്തികളും നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുമ്പോഴാണ് എൻ്റെ മക്കളെ എനിക്ക് വളർത്തണ്ടേ, എൻ്റെ കുടുംബം നോക്കണ്ടേ, അതുകൊണ്ട് എനിക്ക് തുണി പറിച്ചാടിയേ പറ്റത്തുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് സബ്സ്ക്രിപ്ഷനും മെമ്പർഷിപ്പ് ലൈവും എന്ന പേരിൽ തുണി അഴിച്ചാടുന്നത്. ഇവരോടൊക്കെ ചോദിക്കുന്ന ഒറ്റ ചോദ്യം, നിങ്ങൾ പലരോടും ചോദിക്കുന്ന ചോദ്യം, ഇതേ ചോദ്യം തിരിച്ചു ചോദിക്കുകയാണ്. നാണമുണ്ടോ? ഉളുപ്പുണ്ടോ? നിലവാരമുണ്ടോ? നിലപാടുണ്ടോ?
ഇവിടെ ദീപ ജോസഫിനെ പോലുള്ള ആൾക്കാർ അവരും കുടുംബത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്, കുടുംബത്തിന് വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത്. നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് അറിയുന്ന പണി നിങ്ങൾ ചെയ്യുന്നത് എന്താണ് നിങ്ങൾ ചെയ്യുന്ന പണി? മക്കളുടെ തല കുനിപ്പിക്കുന്ന, നാളെ അവർക്ക് സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിലുള്ള തുണി പറിച്ചാടൽ, നിങ്ങളുടെ ശരീര പ്രദർശനം, അത് കാണിച്ചുകൊണ്ട് കാശുണ്ടാക്കുക. അവിടെയാണ് ഇങ്ങനെയുള്ള വ്യക്തികൾ സമൂഹത്തിന് മാതൃകയാവുന്നത്. ഇന്ന് ഒരുപാട് പേര് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. 25 വയസ്സും 50 വയസ്സും ഒക്കെ ഉള്ള ആൾക്കാർ അങ്ങനെ കാശുണ്ടാക്കുന്നുണ്ട്. അവർക്കിടയിലാണ് ഈ വ്യക്തി ജീവിക്കുന്നത്. ആരോടും പരാതിയില്ല, ആരോടും പരിഭവമില്ല. അവരവരുടെ ജോലി ചെയ്ത് ജീവിക്കുന്നു. ആംബുലൻസ് ഡ്രൈവിംഗ് എങ്കിൽ ആംബുലൻസ് ഡ്രൈവിംഗ്, സ്കൂൾ ബസ് ഓടിക്കാനാണെങ്കിൽ അങ്ങനെ, അഭിനയിക്കാനാണെങ്കിൽ അങ്ങനെ. ഇവരല്ലേ സെലിബ്രിറ്റി അല്ലേ? അതോ സോക്കോൾഡ് സെലിബ്രിറ്റി ആണോ? ഇവരാണ് സെലിബ്രിറ്റി. നമ്മുടെ നാടിന് അഭിമാനമാവുന്നത് ഇവരാണ്. ഇവരെയാണ് ഇൻ്റർവ്യൂ എടുക്കേണ്ടത്, ഇവരെയാണ് 4 പേരെ അറിയിക്കേണ്ടത്. ഞാൻ വീണ്ടും പറയുന്നു, ഈ വീഡിയോ എത്ര പേര് കാണുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ കാണുന്നവരെല്ലാവരും മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. ഇവരെ, ദീപ ജോസഫിനെ ഒരുപാട് ആൾക്കാരിലേക്ക് എത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇവരുടെ ഇൻ്റർവ്യൂകൾ കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഇവരുടെ ലൈഫ് എന്താണെന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. എന്തെങ്കിലും പറ്റുവാണെങ്കിൽ ഒന്ന് നേരിട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ട്. സോ നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇത് മാക്സിമം ഷെയർ ചെയ്യുക. മാക്സിമം നിങ്ങളുടെ കോൺടാക്ട്സുള്ള ആൾക്കാർക്കൊക്കെ അയച്ചു കൊടുക്കുക. ദീപ ജോസഫിനെ പൊതുമധ്യത്തിൽ കൊണ്ടുവരിക. ഇവരെന്താണ്, ഇവരുടെ ലൈഫ് എന്താണ് എന്നറിയാനുള്ളൊരു ആഗ്രഹം കൊണ്ടാണ്. ഇനി അതല്ല, എപ്പോഴെങ്കിലും ഇവരെ ഇൻ്റർവ്യൂ ചെയ്യാനൊരു അവസരം കിട്ടുവാണെങ്കിൽ അത് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവരെ പോലുള്ള ആൾക്കാരെ ഇൻ്റർവ്യൂ ചെയ്യണമെന്ന്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.